ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. ഇന്ന് ശനി സംക്രമണമാണ്. ശനി സംക്രമണം പലരുടെയും ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. ചിലർക്ക് നല്ല മാറ്റങ്ങളാണെങ്കിലും മറ്റു ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടിച്ചിട്ട് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങളെയാണ് ശനി നമുക്ക് കൊണ്ടുവരാൻ പോണത്. ഈ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്കുള്ള ശനിയുടെ മാറ്റം എന്ന് പറയുന്നത് പലരെയും സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. എന്നുവെച്ചാൽ മീനം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രാശിയാണ്. അപ്പം ഭഗവാന്റെ രാശിയിലേക്ക് ഈ ശനി പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭക്തർക്ക് വളരെയധികം നല്ല ഒരു കാലഘട്ടമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിനെ പൂജിക്കുകയും ആരാധിക്കുകയും ആ ഭഗവാന്റെ നാമങ്ങളൊക്കെ നിരന്തരം ഉരുവിടുകയും ചെയ്യുന്നവർക്ക് ഇത് നല്ലൊരു കാലഘട്ടമാണ്. അവർക്ക് ഭഗവാൻ അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു സമയം തന്നെയാണ്. കർമ്മമാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഗതിയെ നിശ്ചയിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അതാണ് നമുക്ക് ഭഗവാൻ ഫലമായിട്ട് നൽകുന്നത്. അപ്പോൾ ഈ ഒരു ശനി മാറ്റം എന്ന് പറയുന്നത് പലർക്കും ഒരു സപ്പോർട്ട് ഉണ്ടാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളിൽ കൂടി കടന്നു പോകേണ്ടുന്ന ഒരു സമയമാണ്. നമ്മളെ തന്നെ പിടിച്ചു കുലുക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ബോധതലത്തെ ഉണർത്തുന്ന തരത്തിലുള്ള പല രീതിയിലുള്ള മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അഷ്ടമശനി, കണ്ടകശനി, ഏഴര ശനി, ഈ 3 കാലഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ആളുകൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ ഇവർ പറ്റുമെങ്കിൽ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുക, ശനിയാഴ്ചകളിൽ മുടങ്ങാതെ വ്രതം എടുക്കുക, ശനിയാഴ്ചകളിൽ എള്ള് അല്ലെങ്കിൽ എള്ളുണ്ട കാക്കയ്ക്കോ പശുക്കൾക്കോ ഒക്കെ ആയിട്ട് ദാനം ചെയ്യുക. ഇനിയിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നതും നല്ലത് തന്നെയാണ്, ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് ദാനം ചെയ്യുക. അതുപോലെ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിലോ അയ്യപ്പ ക്ഷേത്രത്തിലോ എള്ളെണ്ണ വെച്ചിട്ടുള്ള ദീപം തെളിയിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടി ശനി ദോഷം നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ശനിയുടെ ദോഷഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. കാരണം ശനി എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടുള്ള ഫലമാണ് തരിക. അപ്പം എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് ചെയ്താൽ നല്ലതായിട്ട് തന്നെ വരും. എല്ലാവർക്കും നല്ലത് വരട്ടെ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.